ഇനി കടകോത്സവത്തിന്റെ ചെയർമാൻ അധ്യക്ഷൻ ശ്രീ MP മുഹമ്മദ് റാഫി അവരുടെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബാബു, നമ്മുടെ രക്ഷാധികാരി PK മുഹമ്മദ് സാദിഖ്, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന സൽമാൻ മൗലവി IST ഇമാം, റവറൻഡ് ഫാദർ ജോർജ് പാറമൽ വികാരി മാള ചർച്ച്, ശ്രീ KN വിഷ്ണു നമ്പൂതിരിപ്പാട് ഭൂപതി യോഗക്ഷേമ സഭ, ശ്രീ നൌഷാദ് വാളൂർ, നിന്റെ സംഘാടകരായ നിയാസ് പള്ളിമുറ്റത്ത്, നല്ലവരായ നാട്ടുകാരെ, ഇഷൽ സൺഡേ എന്താണ് ഇഷൽ സൺഡേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു റൂം വാടകയ്ക്കെടുത്തുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഏതോ കാലങ്ങളിൽ പാട്ട് പാടിയിരുന്നവർ ഇപ്പോൾ ഈ റൂമിൽ വന്നിരുന്നു കൊണ്ടാണ് പാടുന്നത്. ആ പാട്ടുകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ പഴയകാല ഗായകരെ പോലും കവച്ചു വെക്കുന്ന പാട്ടുകളാണ് നമ്മളെ കുടുംബനാഥന്മാരും നാഥകളും ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ കുട്ടികൾ, ഈ പാട്ട് പാടുന്ന കുട്ടികൾക്ക് മാളയില് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും മാളയിൽ ഒരു ചെറിയ പ്രോഗ്രാം നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവരുടെ തുടക്കമിട്ടത്. ഇതിന്റെ മീറ്റിങ്ങിലേക്ക് 2-3 പ്രാവശ്യം വിളിച്ചെങ്കിലും നിങ്ങൾ തന്നെ പരിപാടി നടത്തിക്കോളാൻ ഞാൻ അവരോട് പറഞ്ഞത്. അവർ അവരുടെ നിർബന്ധപൂർവമാണ് ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യുവാൻ ഞാൻ സന്നദ്ധനായത്. നമുക്കറിയാം, മാള പഞ്ചായത്തിന്റെ ഈ കടവ് എത്ര സുന്ദരമായ കടവാണത്. ഈ കടവ് കുറച്ചു കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാട് പിടിച്ച് ഒന്നിനും പറ്റാത്ത രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, മുസ്ലിസിന്റെ പദ്ധതികൾ വന്നുകൊണ്ടിരിക്കുന്നു, അടുത്ത് വരാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ നാടിന്റെ ഈ പ്രദേശത്തെ ആളുകളെ ഒത്തൊരുമിപ്പിച്ച് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നുകൂടാ എന്നൊരു തീരുമാനത്തിലാണ് നമ്മൾ ഈ പരിപാടി തുടക്കം കുറിച്ചത്. നമുക്കറിയാവുന്ന പോലെ നമ്മൾ തൊട്ടടുത്ത പഞ്ചായത്തുകളൊക്കെ തന്നെ ഇത്രയും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു കുളമാണെങ്കിൽ ആ കുളത്തിന് ചുറ്റും കുറച്ച് നക്ഷത്രങ്ങൾ ഇട്ടിട്ടെങ്കിലും എത്ര സുന്ദരങ്ങളായ പരിപാടികളാണ് ഓരോ ഗ്രാമത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം കാണുന്നു. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്, നമ്മുടെ കുടുംബക്കാർക്ക് ഒത്തുചേരാനും ആഘോഷിക്കാനും ആസ്വദിക്കാനും ഒരു അവസരം ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടി, നമ്മുടെ ക്യാപ്ഷൻ ലഹരി വിമുക്ത 2025 എന്നാണ്. നമ്മൾ പത്രത്തിൽ വായിക്കുന്നു, ക്രിസ്മസ് ആഘോഷങ്ങളില്, ന്യൂ ഇയർ ആഘോഷങ്ങളില് ക്രിസ്മസ് കേക്കിനോടൊപ്പം, ക്രിസ്മസ് പലഹാരങ്ങളോടൊപ്പം നമ്മുടെ കൊച്ചു മക്കളുടെ കൈകളിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെ കുറിച്ചെല്ലാം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ ക്രിസ്മസിന്റെ 24-ാം തീയതി പത്രത്തില് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, 2 ചെറുപ്പക്കാരെ പിടിച്ചത് വലിയൊരു പൊതിയുമായിട്ടായിരുന്നു.
അവർ കൊണ്ടുവന്നത് ഈ നാട്ടിലെ സിനിമാ താരങ്ങൾക്ക് വിതരണം ചെയ്യാനാണ്, നമ്മുടെ മക്കൾക്ക് വിതരണം ചെയ്യാനാണ്, കൊച്ചിയിലേക്കാണ് കൊണ്ടുവന്നത്. നമ്മുടെ മക്കളെ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ പറഞ്ഞയക്കാതെ നമ്മുടെ നാട്ടിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇതിന്റെ പ്രോഗ്രാം കമ്മിറ്റി തുടക്കം കുറിച്ചത്. നിങ്ങൾക്കറിയാം, വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ്, നിങ്ങളോട് അറിയിക്കാതിരിക്കാൻ വയ്യ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ കൂലിത്തൊഴിലാളികൾ വരെ ഒന്നുമില്ലാത്ത കുട്ടികളാണ്, ഒന്നുമില്ലാത്ത ചെറുപ്പക്കാരാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇവർ ഈ സംഘടിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായത്തിനു വേണ്ടി ഓരോ കടകളിലും ചെല്ലുമ്പോൾ, വലിയ വലിയ മുതലാളിമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ, അവിടെ പെരുമാറ്റം കാണുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് എന്തിനോ വേണ്ടി ചെല്ലുന്ന ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. വളരെ കാര്യമായിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, നമ്മൾ ഈ സന്ദർഭമായിട്ട് ഞങ്ങൾ സമീപിച്ച 2 വ്യക്തികളാണ് ഞങ്ങൾക്ക് ഊർജം പകർന്നത്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒന്ന് നമ്മുടെ വടമയിലെ മുനാസ് ബാബു എന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ പൈസ എടുത്തു എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങൾ പേടിക്കേണ്ടതില്ല. രണ്ടാമതായിട്ട് ഞങ്ങൾ സമീപിച്ച തോംസൺ പോളിക്ലിനിക്കിലെ ഉടമയാണ്. സാമ്പക്കീലിനെ ഇവിടെ പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത്, ഈ നാട്ടില് ഇത്തരത്തിലുള്ള പരിപാടികളാണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനുള്ള സഹായങ്ങൾ ചെയ്തു തരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ പലരും നമുക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ നീട്ടിപ്പറയുന്നില്ല. ആളുകൾ വരും. ഇതൊരു തുടക്കമാണ്, ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു തുടക്കം കുറിക്കുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ പരിപാടികൾ, ഈ പ്രോഗ്രാമുകൾ നാളെ ഇത് ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്തും നമ്മുടെ സർക്കാരുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വലിയ വലിയ പരിപാടിയിലേക്ക് ഇത് ഉയർന്നു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഒരു തുടക്കം എന്ന നിലയ്ക്ക് നമ്മുടെ ആളുകൾ വരും. ആളുകൾ കുറഞ്ഞത് കൊണ്ട് നമുക്ക് യാതൊരു വിഷമവുമില്ല. അതുകൊണ്ട് എല്ലാവിധ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. പല ആളുകളും പല കടക്കാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സമീപിച്ചിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരണം, ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നല്ല ഊർജം സംഭരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.